ഹായ്, വെൽക്കം ടു നോ മഷ്റൂം കപ്പ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ചട്നിയാണ്. അതിനൊക്കെയായി പാൻ ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ വഴുതനങ്ങ, ഞാനിവിടെ ഒരു വലിയ വഴുതനങ്ങ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു. അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം കുറവാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വഴുതനയ്ക്ക് വേവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും അതൊന്ന് വെന്ത് വരാനായിട്ട്. അതിനായിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നന്നായിട്ടൊരു മിക്സ് കൊടുക്കാം. വീണ്ടും നമുക്കൊരു വേവാനായിട്ട് അനുവദിച്ചു കൊടുക്കാം. ടോട്ടൽ ഒരു 15 മിനിറ്റ്സ് to 20 മിനിറ്റ്സ് വേണ്ടി വരും. ഒക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരു മീഡിയം ലെവലിൽ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഒരു 2 തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിഷ്യലി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് തക്കാളിയുടെ ഉള്ളൊന്ന് വേഗത്തക്ക രീതിയിലൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ്സ്. ഓക്കെ, നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിടുക. തക്കാളിയുടെ ഉള്ളിൽ വെന്തൊന്ന് ഉറപ്പായ ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് മസ്റ്റാർഡ് സീഡ്സ്, കടുക്, ഒരു 2-3 ഡ്രൈ ചില്ലി, ഒരു മിക്സ് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചില്ലി പൗഡർ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എമൗണ്ട് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിലേക്ക് നേരത്തെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നേരത്തെ ഡ്രൈ ആയിട്ടിരുന്ന പോർഷൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളിയും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നൈസ് മിക്സ് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. യെസ്, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ വഴുതനങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.